സ്വന്തമായി ഒരു വീട് സ്വപ്നം കണ്ടു തുടങ്ങുമ്പോൾ വീട് നിർമ്മാണത്തിലെ വിവിധ വശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരുന്നാൽ അനാവശ്യ ചിലവുകൾ ഒഴിവാക്കി ജീവിതശൈലിക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള വീട് പണിയാം. വീട് എവിടെ ആയിരിക്കണം, അതുപോലെ തന്നെ എത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീടായിരിക്കണം, വീടിൻ്റെ എക്സ്റ്റീരിയറും ഇൻറ്റീരിയറും എങ്ങനെയുള്ളതായിരിക്കണം, എത്ര ബെഡ്റൂംസ് ഉള്ള വീടായിരിക്കണം, അതുപോലെ തന്നെ ബെഡ്റൂമിൻ്റെ പൊസിഷൻ എവിടെ ആയിരിക്കണം, എന്തെല്ലാം മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ടാണ് വീട് നിർമ്മിക്കേണ്ടത്, ഇങ്ങനെയുള്ള കണക്കുകൂട്ടലുകൾ നമ്മളെ കയ്യിൽ വേണം. അത് നിർമ്മാണ ചെലവിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ നമുക്ക് തരും. മെയിൻ സ്ലാബ് കോൺക്രീറ്റിൻ്റെ ചിലവ് 40% വരെ കുറക്കാൻ പറ്റിയൊരു വിദ്യയുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. ഇറ്റ്സ് മീ ശാന്തിരി. ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തു കഴിഞ്ഞാൽ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. മെയിൻ സ്ലാബ് കോൺക്രീറ്റിൻ്റെ ചിലവ് 40% വരെ കുറക്കാൻ സഹായിക്കുന്ന വിദ്യയാണ് ഫില്ലർ സ്ലാബ് ടെക്നോളജി. കേരളത്തിൽ ഇതിനെ ഓട് വെച്ച് വാർക്കുക എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പലതരത്തിലുള്ള മെറ്റീരിയൽസ് ഉപയോഗിച്ചാണ് ഫില്ലർ സ്ലാബ് നിർമ്മിക്കുന്നത്. കേരളത്തിൽ ഓട് വെച്ചാണ് നിർമ്മിക്കുന്നത് എങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിൽ കുരുടീസ്, മൺചട്ടികൾ, വ്യത്യസ്ത തരത്തിലുള്ള റൂഫിൻ ടൈലുകൾ, ചിരട്ട എന്നിവയെല്ലാം ഉപയോഗിച്ചാണ് ഫില്ലർ സ്ലാബ് നിർമ്മിക്കുന്നത്. ഫില്ലർ സ്ലാബ് ടെക്നോളജിയുടെ മറ്റൊരു സവിശേഷത വീടിനുള്ളിൽ ചൂട് വളരെയധികം കുറക്കാൻ കഴിയുമെന്നതാണ്. ഇതിന് പഴയ ഓടുകൾ കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉപയോഗിക്കുന്നത്. സാധാരണ മേൽക്കൂര തട്ടടിക്കുന്നത് പോലെ തന്നെയാണ് ഫില്ലർ സ്ലാബിനും തട്ടടിക്കുക. ഇടയിൽ ഓടുകൾ നിരത്തേണ്ടതിനാൽ കമ്പികൾ കുറച്ച് അകലം വിട്ട് പ്രത്യേക രീതിയിലാണ് കെട്ടുക. സീലിംഗിൽ ഓട് കാണിച്ചും കാണാതെയും ഫില്ലർ സ്ലാബ് ചെയ്യാവുന്നതാണ്. കമ്പി കെട്ടിയ ചതുരങ്ങളിൽ സിമൻറ്റ് ഗ്രൗട്ടിട്ട് അതിന്മേൽ ആദ്യം ഒരു ഓട് നിരത്തി വെക്കുക. അതിന്മേൽ മറ്റൊരു ഓട് നേരെ മറിച്ച് വെക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ എല്ലാ കള്ളിയിലും ഓടുകൾ നിരത്തിയ ശേഷം ഒരു ഭാഗത്തു നിന്ന് കോൺക്രീറ്റ് ആരംഭിക്കുന്നു. ചട്ടുകം കൊണ്ട് കോൺക്രീറ്റ് ഓടുകൾക്കിടയിലേക്ക് നല്ല പോലെ കുത്തിയിറക്കേണ്ടതുണ്ട്. അതിന് കുറച്ച് അയവുള്ള കോൺക്രീറ്റാണ് ഉപയോഗിക്കാറുള്ളത്. ഓടുകൾ പൊട്ടാൻ സാധ്യതയുള്ളതുകൊണ്ട് വൈബ്രേറ്റർ ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. സാധാരണ പോലെ 4 ഇഞ്ച് കനത്തിലാണ് കോൺക്രീറ്റ് ചെയ്യുന്നത്. ഉറപ്പിനോ ബലത്തിനോ യാതൊരു കുറവും ഫില്ലർ സ്ലാബ് ടെക്നോളജി വരുത്തുന്നില്ല. സാധാരണ പോലെ മുകളിൽ വീണ്ടും നിലകൾ പണിയാവുന്നതാണ്. ഈ അറിവ് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.